നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധഭീതി ഒഴിയുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നതിനിടെ പശ്ചിമേഷ്യയിൽ നിന്നും തിരിച്ചുവരാൻ പൗരന്മാർക്ക് അമേരിക്കയുടെ നിർദ്ദേശം. US ആഭ്യന്തര മന്ത്രാലയമാണ് പൗരന്മാർക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത്. ഇറാനിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമാണെന്നും ഏതു നിമിഷവും കാര്യങ്ങൾ കൈവിട്ടു പോകാമെന്നും മുന്നറിയിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇറാനിലെ വെർച്വൽ US എംബസി വഴിയാണ് ഈ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. നിലവിൽ ലഭ്യമായ വാണിജ്യ വിമാന സർവീസുകളോ മറ്റ് ഗതാഗത മാർഗങ്ങളോ ഉപയോഗിച്ച് എത്രയും വേഗം ഇറാൻ വിടാൻ പൗരന്മാരോട് അമേരിക്ക ആവശ്യപ്പെടുകയാണ്. വൈകുന്തോറും വിമാനത്താവളങ്ങളും അതിർത്തികളും അടയ്ക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ യാത്ര ദുഷ്കരമാകും. ഇറാന്റെ ആണവ പദ്ധതികളെ സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകൾക്ക് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ തുടക്കമായതിനു തൊട്ടു പിന്നാലെയാണ് പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും തമ്മിലാണ് ചർച്ചകൾ നടക്കുന്നത്. ചർച്ചകൾ ആദ്യം തുർക്കിയിൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് എങ്കിലും ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം വേദി മസ്കറ്റിലേക്ക് മാറ്റുകയായിരുന്നു. അയൽ രാജ്യങ്ങളുടെയും അറബ് പ്രതിനിധികളുടെയും സാന്നിധ്യമില്ലാതെ അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്താനാണ് ഇറാൻ താൽപര്യപ്പെടുന്നത്. ചർച്ചകൾ ആണവ വിഷയത്തിലും ഉപരോധങ്ങൾ നീക്കുന്നതിലും മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും ചർച്ചാ വിഷയമാക്കണമെന്ന ഉറച്ച നിലപാടിലാണ് വാഷിംഗ്ടൺ. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വളരെയധികം ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നടക്കുന്ന ഈ ചർച്ചകൾ ഏറെ നിർണായകമാണ്. ചർച്ച പരാജയപ്പെട്ടാൽ അതൊരു വലിയ സൈനിക നീക്കത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള യാത്രാ സാധ്യതകൾ പോലും മങ്ങുന്ന സാഹചര്യത്തിലാണ് USന്റെ നിർദ്ദേശം വന്നിരിക്കുന്നതെന്നാണ് വിവരം. മടക്കയാത്രയ്ക്കായി US സർക്കാരിനെ ആശ്രയിച്ചു നിൽക്കരുത് എന്നും നിർദ്ദേശമുണ്ട്. ഇറാനിൽ തങ്ങുന്ന വിദേശികൾ ചോദ്യം ചെയ്യപ്പെടാനോ അന്യായമായി തടങ്കലിലാക്കപ്പെടാനോ സാധ്യതയുണ്ടെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഭയപ്പെടുന്നു. ഇന്റർനെറ്റ്, ഫോൺ സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പുറം ലോകവുമായുള്ള ബന്ധവും വിച്ഛേദിക്കപ്പെട്ടേക്കാം. ഇത് സഹായം തേടുന്നതിന് തടസ്സമാവുകയും ചെയ്യും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതിവേഗം വഷളാകുന്ന പശ്ചാത്തലത്തിലാണ് ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം രാജ്യം വിടാൻ അമേരിക്ക അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുള്ളത്. US എംബസി പുറപ്പെടുവിപ്പിച്ച ഈ പ്രത്യേക അറിയിപ്പിൽ അമേരിക്കൻ പൗരന്മാരുടെ US ഗവൺമെന്റിന്റെ സഹായമില്ലാതെ രാജ്യം വിടാനുള്ള പദ്ധതി തയ്യാറാക്കാൻ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിൽ ഉടനീളം നിലനിൽക്കുന്ന അശാന്തിയും യാത്രാ തടസ്സങ്ങളും കണക്കിലെടുത്താണ് ഈ അതീവ ജാഗ്രതാ നിർദ്ദേശം. വിമാന സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കാൻ സാധ്യതയുള്ളതിനാൽ പൗരന്മാർ വിമാന കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെടണമെന്ന് US ഉപദേശിക്കുന്നു. ഇന്റർനെറ്റ് സേവനങ്ങൾ തുടർച്ചയായി തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ബദൽ വാർത്താവിനിമയ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും സുരക്ഷിതമാണെങ്കിൽ കരമാർഗം അർമേനിയയിലേക്കോ തുർക്കിയിലേക്കോ മാറുന്നത് പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിലവിൽ പുറത്തുപോകാൻ കഴിയാത്തവർ ഭക്ഷണവും വെള്ളവും മരുന്നുകളും ഉൾപ്പെടെയുള്ള അത്യാവശ്യ വസ്തുക്കൾ ശേഖരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയാനും പ്രകടനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും എംബസി അറിയിച്ചു. അമേരിക്കൻ പാസ്പോർട്ട് കാണിക്കുന്നതോ അമേരിക്കയുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതോ ഇറാനിൽ ചോദ്യം ചെയ്യലിനും അറസ്റ്റിനും കാരണമായേക്കാം എന്നതിനാൽ വലിയ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് എംബസി മുന്നറിയിപ്പ് നൽകുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ആക്രമണ ഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് മേഖലയിൽ സംഘർഷം പുതിയ തലത്തിലെത്തിയത്. 2025 ഡിസംബർ അവസാനം മുതൽ ഇറാനിൽ നടന്ന പ്രതിഷേധത്തെ ഭരണകൂടം അടിച്ചമർത്തിയതിനെ തുടർന്നാണ് ട്രംപ് ഇറാനെതിരെ ഭീഷണി മുഴക്കിയത്. ഇതിന്റെ ഭാഗമായി വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള വമ്പൻ കപ്പൽപ്പടയെ ജനുവരി അവസാനം മുതൽ അമേരിക്ക ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഇറാനിൽ USന് ഒരു എംബസി പോലും പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തത്ര മോശം നയതന്ത്ര ബന്ധമാണ് വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. ഇതിനിടെ കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനത്തോടെയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ആക്രമണ ഭീതി ഉടലെടുത്തത്. പല ഘട്ടങ്ങളിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് യുദ്ധഭീതി അകലുന്നുവെന്നും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നത്. ഇന്ന് രാവിലെയാണ് ഒമാനിൽ വെച്ച് ചർച്ച നിശ്ചയിച്ചിരുന്നത്. ഇതിനിടെ പൗരന്മാരോട് ഇറാൻ വിടാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം തീർത്തും ആശങ്ക നിറയ്ക്കുന്നതാണ്. ചർച്ച പൊളിഞ്ഞാൽ ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമേനിയെ ദുഃഖിക്കേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ കൂടുതൽ വിശദീകരിക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശത്തെ കൂടി കൂട്ടി വായിക്കുന്നത്. ആണവ പദ്ധതി മൊത്തമായും നിർത്തിവെക്കണമെന്നതായിരുന്നു അമേരിക്കയുടെ ആവശ്യം. എന്നാൽ ഉപരോധം നീക്കിയാൽ മാത്രമേ അത്തരമൊരു ചിന്തയ്ക്ക് ഭാഗികമായെങ്കിലും തങ്ങൾ തയ്യാറാകൂ എന്നതായിരുന്നു ഇറാന്റെ നിലപാട്. മസ്കറ്റിൽ ഇന്ത്യൻ സമയം 11 മണിക്കാണ് ചർച്ച. വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച പാളിയതാണോ പുതിയ നിർദ്ദേശത്തിന് അടിസ്ഥാനം എന്നാണ് ഇനി അറിയാനുള്ളത്.
സമീപകാല സൈനിക മുന്നേറ്റങ്ങളും നിലവിലുള്ള നയതന്ത്ര പിരിമുറുക്കങ്ങളും സാഹചര്യം കൂടുതൽ വഷളാക്കുന്നു. ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ വൻ സന്നാഹം ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം അമേരിക്ക ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്കു ശേഷം പരസ്പരം വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും അത് ദുർബലമാണ്. ട്രംപിന്റെ പരസ്യമായ ഭീഷണികളും ഇറാനെതിരെ നിലനിൽക്കുന്നു. യാത്രയ്ക്കായി തയ്യാറാവാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ ഇടത്തേക്ക് മാറണമെന്നും അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ തിട്ടപ്പെടുത്തണമെന്നും അമേരിക്ക നിർദ്ദേശിക്കുമ്പോൾ കാര്യം ഗൗരവമാണ്. ആവശ്യത്തിന് ഭക്ഷണം, വെള്ളം, മരുന്നുകൾ എന്നിവയെല്ലാം കരുതണമെന്ന് അമേരിക്ക സ്വന്തം പൗരന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട്. ചുറ്റുപാടുകളെക്കുറിച്ച് പൂർണ്ണ ജാഗ്രതയോടെ ഇരിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. വാർത്തകൾക്കായി പ്രാദേശിക മാധ്യമങ്ങളെ ആശ്രയിക്കണമെന്നും ഫോണുകൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കാനും നിരന്തരം ബന്ധുക്കളുമായി സംസാരിക്കാനും മന്ത്രാലയം നിർദ്ദേശിക്കുന്നുണ്ട്. യുഎസും ഇറാനും തമ്മിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന വാക്പോരുകൾക്ക് ശേഷമാണ് നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കരാറിലെത്താൻ തയ്യാറായില്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലേക്ക് US കപ്പൽ വ്യൂഹത്തെയും മറ്റ് സൈനിക സന്നാഹങ്ങളെയും അയച്ചുകൊണ്ട് ഈ ഭീഷണിക്ക് US ശക്തി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം USന്റെ ഭീഷണികൾക്കിടെ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി വർദ്ധിപ്പിച്ചതായും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയതായും ഇറാൻ സൈനിക മേധാവി അബ്ദുൾ റഹീം മൂസാവി പറഞ്ഞു. ഇറാന്റെ സൈനിക നയം പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് മാറിയതായും ശത്രുക്കൾക്ക് കനത്ത മറുപടി നൽകാൻ രാജ്യം സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2025 ജനുവരിയിൽ ട്രംപ് പ്രസിഡന്റ് കസേരയിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് വീണ്ടും ആരംഭം കുറിച്ചത്. ആണവ കരാറായിരുന്നു അന്നത്തെ കാരണം. കരാറിലേക്ക് തിരിച്ചെത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ തള്ളിയതോടെ അമേരിക്ക ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. 2025 ഏപ്രിലിൽ നേരിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു. പക്ഷെ ഫലവത്തായില്ല. അമേരിക്കയുടെ ഭീഷണി സ്വരമായിരുന്നു അതിന് പിന്നിൽ. ഇറാൻ ആണവായുധം വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ആണവ ഏജൻസിയുടെ കണ്ടെത്തൽ പുറത്തു വന്നതോടെ ഇസ്രയേലും ഇറാനും തമ്മിൽ സംഘർഷം ആരംഭിച്ചു. അമേരിക്കയും ഇതിൽ ഇടപെട്ടു. 2025 ജൂണിൽ നടന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനിടയിൽ അമേരിക്ക ഇറാന്റെ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടിരുന്നു. ഇതിന് പകരമായി ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ ഇറാൻ ആക്രമണം നടത്തി. എന്നാൽ ആളപായം ഉണ്ടായില്ല. അന്നേ ദിവസം തന്നെയാണ് പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും. എങ്കിലും ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ പിന്നീടും ഉണ്ടായി. ഇറാനിലെ പ്രോക്സികളുടെ ആക്രമണങ്ങൾ മറ്റൊരു ഭാഗത്ത് തുടർന്നുവെങ്കിലും വെടിനിർത്തൽ ഏറെക്കുറെ നിലനിന്നിരുന്നു. എന്നാൽ ഇരുവരും തമ്മിലുള്ള ശത്രുതയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇക്കഴിഞ്ഞ ഡിസംബർ അവസാനം ഇറാനിലുണ്ടായ ജനകീയ പ്രക്ഷോഭമാണ് പുതിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. വിലക്കയറ്റവും പണപ്പെരുപ്പവും അടക്കമുള്ള സാമ്പത്തിക പ്രതിസന്ധികളാണ് ജനങ്ങളെ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്നതിലേക്ക് നയിച്ചത്. തലസ്ഥാന നഗരമായ ടെഹ്റാനിലെ വ്യാപാരികൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് കടകൾ അടച്ചിട്ടു. ഇത് രാജ്യത്തെ മറ്റ് നഗരങ്ങളിലേക്കും സർവകലാശാലകളിലേക്കും വ്യാപിച്ചു. വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയതോടെ ഇറാനിയൻ ഭരണകൂടം അറസ്റ്റ്, ഭീഷണി, ബലം പ്രയോഗിക്കൽ എന്നിവയുമായി രംഗത്തെത്തി. പോലീസ് ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തത് അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. രാജ്യത്തിന് പുറത്തുള്ളവരാണ് ജനകീയ പ്രതിഷേധത്തിന് പിന്നിലെന്നായിരുന്നു ഇറാൻ ഭരണകൂടം ആരോപിച്ചത്. അമേരിക്കയായിരുന്നു ഇറാൻ പരോക്ഷമായി കുറ്റപ്പെടുത്തിയതും. അതേസമയം പ്രതിഷേധങ്ങളെ ഇറാൻ അടിച്ചമർത്തുന്നതിനെതിരെ അമേരിക്ക ശക്തമായി പ്രതികരിച്ചു. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ ഇറാൻ ക്രൂരമായി കൊലപ്പെടുത്തിയാൽ അമേരിക്ക അവരെ രക്ഷയ്ക്കെത്തും എന്നായിരുന്നു 2026 ജനുവരി 2 ട്രൂത്ത് സോഷ്യലിലൂടെ പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. അതിന് ഞങ്ങൾ തയ്യാറാണെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറാന്റെ അടിച്ചമർത്തലിനെ അപലപിച്ചു. ഇറാനിലെ നിലവിലെ പ്രതിഷേധങ്ങളിൽ അമേരിക്ക നേരിട്ടുള്ള സൈനിക ഇടപെടൽ നടത്തിയിട്ടില്ല. എന്നാൽ ഇടപെടാൻ തയ്യാറാണെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പ്രക്ഷോഭകരോടുള്ള നടപടികളിൽ പ്രതിഷേധിച്ച് ഇറാനിൽ വ്യോമാക്രമണം നടത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന് ആരോപിക്കുകയും അമേരിക്കൻ സേനയ്ക്കെതിരെ തിരിച്ചടി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അലി ഖമേനി. ഇതേസമയം ചർച്ചകൾക്കുള്ള സാധ്യതയും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ചർച്ചകൾ വിജയിക്കുമോ എന്ന സംശയം ഇരുചേരിയിലുമുണ്ട്. ഇരു രാജ്യങ്ങളും ഇഞ്ചോടിഞ്ച് കൊമ്പ് കോർക്കുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ. മലയാളി വാർത്ത പ്ലസ്. Malayali Warta Plus. Like, share and subscribe.